ഇതൊരു വലിയ നഗരമല്ല, ചെറിയൊരു ദ്വീപ് മാത്രം. എങ്കിലും ഓരോ കോണുകളിലും ഒരുപാട് കഥകളുണ്ട്. സ്വപ്നങ്ങളുടെയും സമുദ്രത്തിന്റെയും ഈ നഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മാലേ സിറ്റി. ഞാനിപ്പോൾ നിൽക്കുന്നത് മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലേ സിറ്റിയിലാണ്. ഏകദേശം 2 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഈ ചെറിയ ദ്വീപാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ദ്വീപ്. ഏകദേശം 2 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയ ഇരുളിലോ തിരിയാകാമെന്നും. ഇവിടെ പ്രധാനമായും 3 റോഡുകളാണുള്ളത്. ബോഡു തക്രഫാനു മാഗു, മജീദി മാഗു, അമീനി മാഗു. ബോഡു തക്രഫാനു മാഗു പ്രധാനമായും തീരദേശത്തോട് ചേർന്നാണുള്ളത്. സീ വ്യൂ ലഭ്യമാകുന്നത് ഈ റോഡിലാണ്. മജീദി മാഗു നഗരത്തിന് മധ്യത്തിലൂടെയാണ്. മെയിനായും ഷോപ്പിംഗ് സെൻ്ററുകൾ, മറ്റു ഷോപ്പുകളെല്ലാം കാണുന്നത് ഈ റോഡിലാണ്. ഇപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡാണ് അമീനി മാഗു. പ്രധാനമായും സ്കൂൾ കെട്ടിടങ്ങൾ, ഓഫീസുകൾ, സ്റ്റെൽക്കോ തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിലാണ്. മാലിയിൽ പ്രധാനമായും 2 ടെലികോം കമ്പനികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഒറീദോ, ദിരാഗു. അതിൽ ദിരാഗുവിൻ്റെ ഓഫീസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമീനി മാഗു റോഡിൻ്റെ ഏറ്റവും എൻഡിലാണ് ദിരാഗുവിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. മാലേ സിറ്റിയിലെ പ്രധാന ഗതാഗതം 2 വീലറുകളാണ്. ഒരു ഫാമിലിയിൽ തന്നെ എല്ലാ മെമ്പർമാർക്കും ഓരോ 2 വീലറുകൾ സ്വന്തമായിട്ടുണ്ട്. 2 വീലർ കൂടാതെ ടാക്സി സർവീസുകൾ, ബസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ സിറ്റിയിൽ നിന്നും അടുത്ത ദ്വീപുകളിലേക്ക് ഫെറി സർവീസുകളാണ് മെയിനായി ആശ്രയിക്കുന്നത്. കൂടാതെ അടുത്ത ദ്വീപായ കുളുമാലിയിലേക്ക് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. 2018 ബ്രിഡ്ജ് വന്നതോടുകൂടി ബസ് സർവീസുകൾ സജീവമായി. ഇനി മാലേ സിറ്റിയിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. വാ. ഈ കാണുന്നതാണ് IGMH ഹോസ്പിറ്റൽ. വില്ലിമാലി ജെട്ടിക്കും ബസ്വാന ബീച്ചിനും മധ്യഭാഗത്തായാണ് IGMH ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ് മുഴുവൻ പേര്. ഈ കാണുന്നതാണ് റിപ്പബ്ലിക് സ്ക്വയർ. അതിൻ്റെ വലതുഭാഗത്തായിട്ട് പ്രസിഡൻഷ്യൽ ജെട്ടി കാണാൻ സാധിക്കും. ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് ഇസ്ലാമിക് സെന്റർ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇസ്ലാമിക് സെന്റർ അഥവാ ഗ്രാൻഡ് ഫ്രൈഡേ മോസ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരേ സമയം പ്രാർത്ഥനയ്ക്കായി ഏതാണ്ട് 5000-ഓളം പേരെ ഈ മോസ്കിൽ ഉൾക്കൊള്ളാനാവും. നേരെ പിറകിലായിട്ട് കാണുന്നതാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മധ്യഭാഗത്തായിട്ടാണ് റിപ്പബ്ലിക് സ്ക്വയർ കാണുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പബ്ലിക് സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ രാവിലെ 5 മണിയായി ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു കാപ്പി കുടിച്ചിട്ടാവാം. കൂടെ നിങ്ങളെ കുറച്ച് മാലദ്വീപിയൻ ലോക്കൽ സ്നാക്സ് പരിചയപ്പെടുത്താം.
നമ്മളിന്നും രാത്രി കാപ്പി കുടിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു കടയിലാണ്. കുറുമ്പക്കട എന്നാണ് ഇതിനെ പറയുന്നത്. മാലദ്വീപിൻ്റെ ഒട്ടുമിക്ക ലോക്കൽ സ്നാക്സും ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ ഇളനീര്, കരിക്ക്, ഇവിടെ അതിന് കുറുമ്പ എന്നാണ് പറയുന്നത്. കുറുമ്പ വെള്ളം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ദ്വീപിൽ നിന്നാണ് ഇവിടെ കരിക്കെത്തുന്നത്. അതിൻ്റെ വെള്ളം ഗ്ലാസ്സുകളിലാക്കി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രാത്രി സ്ഥിരമായി വന്ന് കുടിക്കുന്നതാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്നാക്സുകൾ. പല രൂപത്തിലുണ്ടെങ്കിലും ഇതിൽ മിക്കവാറും എല്ലാത്തിലും ടൂണ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൂണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്നാക്സ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ കരിക്കും വെള്ളം, കുറുമ്പ. ഇതിങ്ങനെ ഗ്ലാസ്സിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഗ്ലാസ്സിൽ കിട്ടുന്നതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ല മധുരമുണ്ട്. അല്ലാതെ ഫ്രഷ് കുറുമ അവൈലബിൾ ആണ്, കരിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർ അതിന് കുറച്ച് വില കൂടുതലായിരിക്കും, ഒരു 30 to 40 ആണ്. ഇത് ഗ്ലാസ് ആണെങ്കിൽ ഒരു 10 രൂപ ആ റേഞ്ചേ ഉള്ളൂ, റുഫിയ ആ റേഞ്ചേ ഉള്ളൂ. ഇതാണ് മാലയുടെ ഫിഷ് മാർക്കറ്റ്. പ്രധാനമായും പ്രാദേശിക മത്സ്യങ്ങളാണ് കാണുന്നത്. 1/2 കിലോ തൊട്ട് 50 കിലോ വരെയുള്ള ടൂണ മത്സ്യങ്ങളും നമുക്കിവിടെ കാണാം. മാലയുടെ പ്രധാന വരുമാന സ്രോതസ്സിലൊന്നാണ് ടൂണ മത്സ്യം. ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന ടൂണ മത്സ്യങ്ങളെ നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇതൊക്കെ ഏതാണ്ട് ഒരു 50-60 കിലോ വെയിറ്റ് വരുന്ന മീനുകളാണ്. മീനിൻ്റെ വെയിറ്റ് കൊണ്ട് ഏതാണ്ട് ബോട്ട് മറിയാറായിട്ടുണ്ട്. ഇതാണ് മാല സിറ്റിയിലെ വെജിറ്റബിൾ മാർക്കറ്റ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വെജിറ്റബിൾ ഇവിടെ വരും. ഇവിടെ നിന്നാണ് മറ്റ് ഐലൻഡിലേക്കുള്ള വെജിറ്റബിൾസ് സപ്ലൈ ചെയ്യുന്നത്. മിക്കവാറും എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ചക്കയുണ്ട് ഇവിടെ. നമ്മുടെ തളിപ്പറമ്പ് മാർക്കറ്റിൻ്റെ വലിപ്പം പോലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ മൊത്തം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. കൂടാതെ റിസോർട്ടുകളിലേക്കും സപ്ലൈ ചെയ്യുന്നത് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഈ കാണുന്ന ബോട്ടുകളിലാണ് മറ്റ് ഐലൻഡിലേക്ക് ഉള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. മിക്കവാറും ഐലൻഡുകളെല്ലാം ഇവിടുന്ന് വളരെ ദൂരെയാണ്. ഏതാണ്ട് ഒരു 4-5 മണിക്കൂറൊക്കെ യാത്രയുണ്ട്. ചില ഐലൻഡിലേക്ക് ഏതാണ്ട് ഒരു ദിവസം വരെയുള്ള യാത്രയുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ ബോട്ടുകളിൽ ഏതാണ്ട് ഒരാഴ്ച, ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാലിയിലെ തന്നെ ഏറ്റവും പുരാതന മോസ്കായ പുക്കുരു മിസ്കിയുടെ മുന്നിലാണ്. ഇതിനോട് അടുത്ത് കാണുന്ന ഈ സ്തൂപം നമുക്ക് മാലി കറൻസികളിൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും കോറൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മോസ്കാണിത്. ഇതിൻ്റെ ചുവരുകളിൽ ഖുർആൻ വചനങ്ങളും മറ്റ് അറബിക് വാക്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിനകത്ത് നല്ല തണുപ്പായിരിക്കും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സെമിട്രി കാണാൻ പറ്റും. വളരെ പഴക്കമുള്ളൊരു സെമിട്രിയാണിത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 100-500 വർഷം മുമ്പുള്ള ആൾക്കാരുടെ ശവശരീരങ്ങൾ അടക്കിയിട്ടുള്ളൊരു സെമിട്രിയാണിത്.
മാലേ സിറ്റിയുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.